നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ വീടുകളിൽ PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സഹായം ലഭിക്കുന്നവരാകും. ഈ ഒരു 2000 രൂപയുടെ സഹായം വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. ഈ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കാൻ ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള KYC ചെയ്തിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അതോടൊപ്പം തന്നെ KYC ചെയ്തിട്ടുള്ള പലരും ഈ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാന കടമയുണ്ട്. നമ്മളുടെ കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇത് രണ്ടും ചെയ്തിട്ടും ആനുകൂല്യം ലഭിക്കാത്ത പലർക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലുള്ള പ്രശ്നമായിരിക്കാം. കാരണം അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കാം, ആധാർ സീഡ് ചെയ്ത് അക്കൗണ്ട് ആരംഭിക്കാം. അങ്ങനെ അക്കൗണ്ട് ആരംഭിക്കുന്നവരുടെ മുടങ്ങിയ സഹായം ഉൾപ്പെടെ ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ്. ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം തിരിച്ചടയ്ക്കണമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇത് തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമാണ്. ഈ പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ 2018-19 കരമടച്ച രസീത് കൈവശമുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനും അല്ലെങ്കിൽ ഇതിലേക്കുള്ള അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി നമ്മളുടെ കൃഷിഭൂമി വിൽക്കാൻ സാധിക്കാതെയൊക്കെ വരുമോ എന്നും ഒരുപാട് ആളുകളുടെ സംശയമായിരുന്നു. കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് ഇതൊരു സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് നൽകുന്നതാണ്. നമ്മളുടെ കൃഷിഭൂമി നമുക്ക് മറ്റാർക്ക് വേണമെങ്കിലും വിൽക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു സമയത്ത് കിസാൻ സമ്മാൻ നിധിയുടെ ഈ ആനുകൂല്യം നമ്മൾ വേണ്ട എന്ന് വെക്കണം. അത് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2 മാസത്തെ കുടിശ്ശിക ഒക്ടോബറിലെയും നവംബറിലെയുമാണ് വിതരണം ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ മാസം 14-ാം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തിയാക്കും. വരുന്ന ആഴ്ചയോടെ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും. 1600 കോടി രൂപയ്ക്ക് മുകളിൽ വേണം 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ നൽകുന്നതിന് വേണ്ടി. ഇതിനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചതായിട്ട് സർക്കാർ സ്ഥിരീകരിച്ചു. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരും. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കുന്ന ആളുകളുമുണ്ട്. അവർക്ക് 1-2 ദിവസത്തെ വ്യത്യാസത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തുകയും അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിനുള്ള സമയപരിധി. വീട്ടിലിരുന്നുകൊണ്ട് സൗജന്യ പുതുക്കലുണ്ടായിരുന്നു. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഓൺലൈനായിട്ട് മൈ ആധാർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച പുതുക്കൽ രീതി. ഇതിനുള്ള തീയതികൾ ജൂൺ മാസം വരെ നീട്ടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആധാർ ഉള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങളിലോ നേരിട്ട് പോയി ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിന് സമയപരിധി ഇല്ല എന്നൊരു കാര്യം ഓർത്തു വെക്കണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നിലവിൽ ചൂട് വീണ്ടും കൂടുകയുള്ളൂ എന്നും അതും ജൂൺ മാസം വരെ ഈ കാലാവസ്ഥ തുടരുമെന്നൊക്കെയുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം പരിഗണന അർഹിക്കുന്നവർ അല്ലെങ്കിൽ മുൻഗണന അർഹിക്കുന്ന വിഭാഗങ്ങളായിട്ടുള്ള ഗർഭിണികളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, ഇനി മറ്റേതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നേരിടുന്നവർ, ഇവർ തീർച്ചയായിട്ടും രാവിലെ 11 മണി മുതൽ 3 മണി വരെ തുടർച്ചയായിട്ട് വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വെളിയിൽ അധ്വാനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് വെയിലേൽക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താനായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, കുട ചൂടുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇനി അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ദാഹം തോന്നിയില്ല എങ്കിൽ പോലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വിവിധ മേഖലകളിൽ സൂര്യതാപം ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ക്ഷീണം ഉൾപ്പെടെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന വിവിധ രോഗങ്ങളും ചെറുക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.